സർ, കേരളത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടാനുള്ള കാരണം തനത് നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിലുണ്ടായ നേട്ടമാണ്. 2011-12 മുതൽ 15-16 വരെയും 16-17 മുതൽ 20-21 വരെയുമുള്ള മുൻകാലത്തെ അവസ്ഥയുമായി 21-22, 22-25 വരെയുള്ള 24-25 വരെയുള്ള ഈ സർക്കാരിൻ്റെ കാലത്തെ കണക്കുകൾ താരതമ്യം ചെയ്താൽ ഇത് വ്യക്തമാവും. സർ, ഈ സർക്കാരിൻ്റെ കാലത്ത് 21-22 മുതൽ 24-25 വരെ വളർച്ച 15.8% ഉയർന്നു. ഇതുതന്നെയാണ് തനത് നികുതിയേതര വരുമാനം ഒരുമിച്ചെടുത്ത് നോക്കിയാലും കാണാനാവുക. സർ, ഈ സർക്കാരിൻ്റെ കാലത്താവട്ടെ നികുതിയേതര വരുമാന വളർച്ച 17.4% ഉയർന്നു. ഈ ഘട്ടത്തിൽ നികുതിദായകരെയും ഉദ്യോഗസ്ഥരെയും അകമഴിഞ്ഞ് അഭിനന്ദിക്കുന്നു. സർ, കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതത്തിലും ഗ്രാൻറ്റുകളിലും വലിയ തിരിച്ചടിയുണ്ടായിട്ടും ഈ സർക്കാരിൻ്റെ കാലത്ത് റവന്യൂ കമ്മിയും കമ്മിയും കടഭാരവും കുറയ്ക്കാൻ കഴിഞ്ഞു. 21-22 2.2% റവന്യൂ കമ്മി. 23-24 അത് 1.58% കുറഞ്ഞു. ഇതേ കാലയളവിൽ ധനക്കമ്മി 4.04% നിന്നും 2.9% കുറഞ്ഞു. പൊതുകടവും ആഭ്യന്തര ഉൽപ്പാദനവും തമ്മിലുള്ള അനുപാതം 21-22 35.92% 23-24 34.2% കുറഞ്ഞു. സർ, തനത് നികുതി വരുമാനം വർദ്ധിപ്പിച്ചിട്ടും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കിയും മറ്റ് ചെലവുകൾ മുൻഗണനാക്രമത്തിൽ നിർവഹിച്ചും നാം പിടിച്ചു നിൽക്കുകയാണ്. 21-22 സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം SOTR 47,660 കോടി രൂപ ആയിരുന്നത് 24-25 സാമ്പത്തിക വർഷം കഴിയുമ്പോഴേക്കും 81,000 കോടി രൂപയായി വർദ്ധിപ്പിക്കാൻ കഴിയും. 4 വർഷം കൊണ്ട് 70% വർധനവാണ് ഉണ്ടാവുക. കേരളത്തിൻ്റെ തനത് വരുമാനം നികുതിയും നികുതിയേതരവും 54,988 കോടിയിൽ നിന്നും 1,03,240 കോടിയായി വർദ്ധിക്കുകയാണ്. സർ, സംസ്ഥാനത്തിൻ്റെ കേന്ദ്ര വിഭവ കൈമാറ്റത്തിൽ നിന്നും വർഷം 50,000 കോടി രൂപയിലധികം വെട്ടിക്കുറവ് വരുത്തിയിട്ടും നമ്മുടെ ചെലവ് വർദ്ധിപ്പിക്കാനായത് തനത് വരുമാനത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞ വർധനവിലൂടെയാണ് എന്ന് അഭിമാനപൂർവ്വം പറയാൻ കഴിയും. സർ, മൂലധന ചെലവ് ഈ സർക്കാരിൻ്റെ 3 വർഷക്കാലത്തെ ബജറ്റ് വഴിയുള്ള മൂലധന ചെലവ് 41,772 കോടിയാണ്. മുൻ സർക്കാരിൻ്റെ 5 വർഷക്കാലത്തെ മൂലധന ചെലവ് 47,650 കോടിയായിരുന്നു. എന്നാൽ 2011-14 സർക്കാരിൻ്റെ മൂലധന ചെലവ് 24,505 കോടി രൂപയായിരുന്നു. യഥാർത്ഥ മൂലധന ചെലവ് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സർ, ബജറ്റിൽ പറയുന്ന മൂലധന ചെലവിന് പുറമെ തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന മൂലധന ചെലവ് കൂടി കണക്കാക്കിയാൽ ലഭിക്കുന്ന യഥാർത്ഥ മൂലധന ചെലവ് 2022-23, 23-24 വർഷങ്ങളിൽ യഥാക്രമം 21,635 കോടിയും 20,699 കോടിയും ആയിരുന്നു. നടപ്പ് വർഷം യഥാർത്ഥ മൂലധന ചെലവ് വീണ്ടും ഉയരും. സർ, ധനക്കമ്മിയും റവന്യൂ കമ്മിയും കടഭാരവും നാം കുറച്ചത് വികസനക്ഷേമ ചെലവുകൾ വെട്ടിക്കുറച്ചുകൊണ്ടല്ല, സർക്കാരിൻ്റെ ചെലവുകളിൽ വലിയ വർധനമാണ് ഉണ്ടായത്. ധനസ്ഥിതിയിൽ ഭാവിയിൽ മെച്ചപ്പെടും എന്ന് പറയുന്നൊരു കാരണം മുൻകാല ബാധ്യതകൾ വലിയ തോതിൽ കൊടുത്തു തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സർ, കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും പബ്ലിക് അക്കൗണ്ടിലെയും മുൻകാല ബാധ്യതകൾ കേരളത്തിൻ്റെ വായ്പാപരിധിയിൽ നിന്നും വെട്ടിക്കുറച്ചു. അത് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് ഈ മാറ്റം വികസനോന്മുഖ പദ്ധതികൾ ഏറ്റെടുക്കാൻ ഈ ബുദ്ധിമുട്ടുണ്ടാക്കി. ഇനിയുള്ള കാലത്ത് ആ കാര്യത്തിന് മാറ്റം വരുമെന്നാണ്. സർ, കിഫ്ബി പരീക്ഷണത്തെ റദ്ദ് ചെയ്യുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. ബജറ്റിന് പുറത്ത് വായ്പ എടുത്ത് ഏറ്റെടുക്കാമെന്ന് കരുതിയ മുഴുവൻ കിഫ്ബി വികസന പ്രൊജക്റ്റുകളുടെയും ഭാരം ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ ബജറ്റിൽ നിന്നാണ് നൽകുന്നത്. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി തീരുമാനം കേരളത്തിന് അനുകൂലമാവുകയോ കേന്ദ്ര നിലപാട് മാറ്റുകയോ ചെയ്താൽ ഏറെ സഹായകരമാവും.